ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ വളർത്തുന്ന ഫിഷുകൾക്ക് വേണ്ടി 2 ഫ്രിഡ്ജ് ബോക്സ് വാങ്ങാനായിട്ട് ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും ഞാനും കൂടെ പോകുന്ന കഥയാണ് കേട്ടോ. നിലവിലിപ്പോൾ മീനുകളെ വളർത്തുന്നത് ഈ കാണുന്ന ടബിലും പ്ലാസ്റ്റിക്കിൻ്റെ തൊട്ടിയിലും ഒക്കെ ആയിട്ടാണ്. അതിന് പകരമായിട്ട് നേരത്തെ വാങ്ങിയ ഒരു വലിയ ക്യാൻ 2ആയി പൊളിച്ച് അതിൽ മീൻ വളർത്താമെന്ന് കരുതി കാണിച്ചു വെച്ചിരിക്കുന്ന പണിയാണിത്. കട്ട് ചെയ്ത് വെച്ച ക്യാന് ഓയിലിൻ്റെ ആയതുകൊണ്ട് അതിലെ ഓയിലൊക്കെ പോകാൻ വേണ്ടി കെമിക്കൽ ഒഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് ഓയിലൊക്കെ പോയതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തതിന് നമുക്ക് പുതിയ ടാങ്കാക്കി ഉപയോഗിക്കാം. അപ്പോൾ നേരത്തെ കണ്ടുവെച്ച ഫ്രിഡ്ജ് ബോക്സ് വാങ്ങാനായത് ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ നേരം മഴ പെയ്തു തോർന്നത് കൊണ്ട് ഞങ്ങൾ ഉടനെ വണ്ടിയെടുത്ത് ഫ്രിഡ്ജ് ബോക്സ് വാങ്ങാനായി പുറപ്പെട്ടു. പോകുന്ന വഴിക്കുള്ള റോഡിൻ്റെ കാഴ്ചയാണിത്. വേനൽക്കാലത്ത് ചെയ്യേണ്ട പണി മഴക്കാലത്ത് കൊണ്ട് ചെയ്തിരിക്കുകയാണ് അവർ. റോഡ് മൊത്തം ചളിയും കുളവുമാണ്. സൂക്ഷിച്ചു ചെന്നില്ലെങ്കിൽ തെന്നിമാറി കുഴിയിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന ആമിയെയും കുക്കുവിനെയും വിളിക്കാൻ റോഡിൽ കാത്തു നിൽക്കുന്ന അമ്മായിയെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ പതുക്കെ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോഴുണ്ട് കടയിലേക്ക് വന്ന വലിയമ്മായി ഞങ്ങളെ കണ്ട് എങ്ങോട്ടാണ് യാത്രയെന്ന് ചോദിച്ചത്. പുതുപ്പെരിയാരത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മഴ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോയി വരൂ എന്ന് പറഞ്ഞ് വലിയമ്മായി കടയിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് കാണുന്ന ഈ സ്കൂളിലാണ് ഗൈസ് 1 മുതൽ 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത്. മുട്ടിക്കുളങ്ങര AUP സ്കൂൾ. ഈ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സ്കൂളിൻ്റെ നേരെ എതിർവശത്ത് കാണുന്നതാണ് മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പ്. അടുത്ത് തന്നെ ഒരു പാസിംഗ് ഔട്ട് പരേഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ആയതിൻ്റെ ബാൻഡ് മേളം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പുതുപ്പരിയാരം പഴയ പഞ്ചായത്ത് എത്താറായപ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് പുതിയൊരു പെറ്റ് ഷോപ്പിൻ്റെ പണി നടക്കുന്നത് കണ്ടു. അങ്ങനെ ഗൈസ്, അവസാനം നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് കണ്ടുവെച്ച താഹിർ അണ്ണൻ്റെ സ്ക്രാപ്പ് കടയിൽ എത്തിയിട്ടുണ്ട്. ഇത് ഈ കാണുന്ന ഫ്രിഡ്ജൊക്കെ ഇനി പൊളിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അത് പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ബോക്സും നമുക്ക് വാങ്ങിയെടുക്കാം. കടയിലുണ്ടായിരുന്ന ബായി ഷെഡിൻ്റെ മുകളിൽ കയറി അവിടെ സൂക്ഷിച്ചിരുന്ന 2 ഫ്രിഡ്ജ് ബോക്സും താഴേക്ക് എടുത്തു തന്നു. അങ്ങനെ അവസാനം 2 ഫ്രിഡ്ജ് ബോക്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഈ ഫ്രിഡ്ജ് ബോക്സ് ഇനി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കണമല്ലോ. അതിനുവേണ്ടി ഒരു ഓട്ടോറിക്ഷ വിളിക്കാനായി എസ്റ്റേറ്റ് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി തൊട്ടടുത്തുള്ള പെറ്റ് ഷോപ്പിൽ ഒന്ന് കയറി. അവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആ പെറ്റ് ഷോപ്പിൽ ധാരാളം ലവ് ബേർഡ്സും വിവിധ തരം പക്ഷികളും അലങ്കാര മത്സ്യങ്ങളും ഉണ്ട്. അവിടെ നിന്നും ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും ഒരു പെയർ ഏഞ്ചലിനെയും ഒരു പെയർ ഓസ്കാർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെയും വാങ്ങി നേരെ ഓട്ടോറിക്ഷ വിളിക്കുന്നതിനായി പുറപ്പെട്ടു. ആ പെറ്റ് ഷോപ്പിൽ മീനുകളും പക്ഷികളും മാത്രമല്ലാട്ടോ ഉള്ളത്. വെറൈറ്റി ആയിട്ടുള്ള റോസ് ചെടികളും മറ്റ് അലങ്കാര ചെടികളും ലഭ്യമാണ്. അവസാനം കാണുന്ന ഓട്ടോയിൽ കയറി ആ 2 ഫ്രിഡ്ജ് ബോക്സും നമ്മുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഗൈസ്, നമ്മുടെ ഫിഷുകൾക്കായി 2 ഫ്രിഡ്ജ് ബോക്സും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്ത് അതിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ MC-യിൽ വെച്ച് അടച്ച് സെറ്റാക്കി എടുക്കണം ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.